ഗോലിയാത്തിനെ വെല്ലുവിളിച്ചു നമ്മുടെ കുഞ്ഞൻ ദാവീദ്. ഫെലിസ്ത്യമല്ലനാം ഗോലിയാത്തിനെ വെല്ലുവിളിച്ചു നമ്മുടെ കുഞ്ഞൻ ദാവീദ്. പരിചവാള് കുന്തമേന്തി പോകാൻ ഞാനില്ല, ജയിച്ചിടും ഞാൻ എൻ കൂടെ കർത്തനുണ്ടല്ലോ. പരിചവാള് കുന്തമേന്തി പോകാൻ ഞാനില്ല, ജയിച്ചിടും ഞാൻ എന്റെ കൂടെ കർത്തനുണ്ടല്ലോ. ആഹാ ജയം നേടും കർത്തനൻ കൂടെ, ജയം നേടും കർത്തനൻ കൂടെ. ആഹാ ജയം നേടും കർത്തനൻ കൂടെ, ജയം നേടും കർത്തനൻ കൂടെ. കണ്ടോ? കണ്ടിട്ടുണ്ടോ? കണ്ടില്ലേ? ഇതുകൊണ്ട് രാവിലെ തൊട്ട് അവിടെ വരെ ഇരിക്കുകയായിരുന്നു സിസ്റ്റർ. നിങ്ങൾ കണ്ടില്ല? കണ്ടില്ലേ? സിസ്റ്റർ ഒന്ന് വെൽക്കം ചെയ്ത്. എങ്ങനെ വെൽക്കം ചെയ്യുന്നേ? നമ്മള് കുറെ പാട്ട് പാടുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്, ഗെയിം കളിക്കുന്നുണ്ട്. അതിലൂടെയൊക്കെ പ്രധാനമായിട്ട് നമ്മള് എന്താ പഠിക്കുന്നത്? നേരത്തെ നമ്മുടെ കണിയാമറമ്പിന്റെ സെക്ഷനിൽ അച്ഛൻ കുറെ കാര്യങ്ങൾ ചോദിച്ചത് നിങ്ങൾ പറഞ്ഞു, ഈശോയെ സ്നേഹിക്കാൻ, ഈശോയെ സ്വന്തമാക്കാൻ, ഈശോയിൽ വളരാൻ, അങ്ങനെ ഒത്തിരി ഉത്തരങ്ങൾ നിങ്ങൾ നൽകിയില്ലേ? നമ്മുടെ ക്യാമ്പിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താ? ഈശോയെ അറിയുക. അല്ലെങ്കിൽ ഈ വർഷത്തെ നമ്മുടെ ക്യാമ്പിന്റെ തീം ദൈവമക്കളാകാൻ എന്നുള്ളതാ. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ മുതൽ ഈ പുറകിലിരുന്നപ്പോൾ ഞാൻ ഇവിടെ ആദ്യത്തെ സെക്ഷനിൽ പഠിപ്പിച്ചൊരു പാട്ടിലെ ഒരു വരി ഇങ്ങനെയാണ്, ഇത് സൂപ്പർ നാച്ചുറൽ ആണ്ടാണെന്ന്. ഓർമ്മയുണ്ടോ? നിങ്ങൾ പാടിയ വരിയാണ് സൂപ്പർ നാച്ചുറൽ ആണ്ടാണെന്ന്. അതിന്റെ പ്രത്യേകത എന്താ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ആ പാട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു സൂപ്പർ നാച്ചുറൽ ആണ്ടാണ്. അതിന്റെ പ്രത്യേകത എന്താ? വിശുദ്ധിയിൽ ജീവിക്കാൻ ഒത്തിരി ഭയങ്കര പാടാണ് വിശുദ്ധിയിൽ ജീവിക്കാൻ. പക്ഷേ വിശുദ്ധരാകാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു കാലഘട്ടം. മനസ്സിലായോ? നമ്മുടെ മുന്നിൽ ഒത്തിരി സാധ്യതകളുണ്ട്. ഈ യൂട്യൂബ് വഴി അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി തിന്മയിൽ ജീവിക്കാൻ ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. വിശുദ്ധിയിൽ ജീവിക്കാൻ ഒത്തിരി പക്ഷേ ഒരു ചെറിയ കാര്യം നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിന് ഒത്തിരി കൃപ കിട്ടുന്ന ഒരു കാലഘട്ടം. ബൈബിളിൽ പ്രകാരം പറയുന്നുണ്ട്, പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു എന്ന്. അപ്പം വിശുദ്ധരാകാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ള കാലഘട്ടം. നമ്മുടെ ഈ ക്യാമ്പിന്റെ ലക്ഷ്യം എന്താ?
വിശുദ്ധിയിൽ വളരുക. ഈശോയെ അറിയും തോറും നമ്മൾ നമ്മെ തന്നെ അറിയും. അങ്ങനെയാണ്, ഈശോയെ അറിയുമ്പോൾ നമ്മൾ നമ്മെ തന്നെ അറിയും. അപ്പം നമ്മൾ കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കും. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി വിശുദ്ധരെ കുറിച്ച് കേൾക്കുന്നുണ്ട് അല്ലേ? ജീൻസും കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച വിശുദ്ധൻ ആരാ? വിശുദ്ധ വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റസ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പാലായിലെ കഴിഞ്ഞ വർഷം മരിച്ച അജ്ന ജോർജ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ ഈ കാലഘട്ടത്തിൽ, ഈ 90 കാലഘട്ടങ്ങളിൽ ജീവിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് നമ്മളെ കഴിഞ്ഞു സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിച്ച വിശുദ്ധരാണ് അവരെല്ലാം. ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ഈ പുറകിലിരിക്കുമ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അതിലുപരി എൻ്റെ ഉള്ളിൽ വലിയൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാൻ ശുശ്രൂഷ ചെയ്തത് നമ്മുടെ ത്രിപുര മിഷനിലാണ്. ത്രിപുര എവിടെയാ? അങ്ങ് അറ്റത്താ കിടക്കുന്നത്. നോർത്ത് ഇന്ത്യ എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ലോകമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസങ്ങളുടെ കൂടാരമായ ഒരു ലോകം. അപ്പം ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, കഴിഞ്ഞ വർഷങ്ങളിൽ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, എൻ്റെ ജീവിതത്തിലെ ദൈവം തന്ന ഏറ്റവും വലിയൊരു കൃപയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സമ്മാനമായിരിക്കാം കേരളത്തിൽ ജനിക്കുക എന്നത്. കാരണം നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നമുക്ക് ക്രൈസ്തവ വിശ്വാസത്തിൽ വളരുവാനുള്ള ഒത്തിരി സാധ്യതകൾ ദൈവം തന്നിട്ടുണ്ട് അല്ലേ? ഇപ്പം നിങ്ങൾ ഈ ക്യാമ്പിന് വന്നു, അവിടുത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ ലഭിക്കുന്നില്ല. അപ്പം നമ്മൾ അതിന് ദൈവത്തിന് നന്ദി പറയണം. ഞാൻ ഇവിടെ ആയിരിക്കുന്നത് കുറച്ച് സമയം മുമ്പ് നമ്മുടെ ക്രിസ്തു മന്ദിരത്തിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ആർക്കൊക്കെയാണ് വൈദികരും സന്യസ്തരുമാകുവാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചല്ലേ? ആർക്കൊക്കെ ആഗ്രഹമുണ്ട് അച്ഛന്മാരും സിസ്റ്റേഴ്സും ആകാനായിട്ട്? ആത്മാർത്ഥമായിട്ട് ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? ആർക്കും ഇല്ലേ? ആർക്കും താല്പര്യമില്ലേ അച്ഛന്മാരും സിസ്റ്റേഴ്സ് ആകാനായിട്ട്? ഈ സിസ്റ്റർ ആകാൻ ഇഷ്ടമാണോ? ഓക്കെ, അന്നേരം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിലെ ഇഷ്ടങ്ങൾ കുറഞ്ഞു വരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈശോയെ സ്വന്തമാക്കണം, ഈശോയുടെ കൂടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു. അതിന് ഏറ്റവും നല്ല മാർഗമാണ് ഒരു വൈദികനാകുക അല്ലെങ്കിൽ ഒരു സന്യസ്തയാകുക എന്നുള്ളത്. ഈശോയുടെ കൂടെ നടക്കാൻ, ഈശോയെ സ്നേഹിക്കാൻ എല്ലാത്തിനും പറ്റിയ ഏറ്റവും വലിയ ഒരു മാർഗം. നമുക്കൊന്നും ഒരു സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നില്ല അവിടെ. നമുക്ക് നൽകപ്പെടുന്ന സ്വാതന്ത്ര്യം കൂടുന്നതേ ഉള്ളൂ. നമ്മൾ ഒത്തിരി മാധ്യമങ്ങളിലൂടെ ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാകും, കാണുന്നുണ്ടാകും. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്താ? ശരിക്കും നമുക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് ഈ വൈദിക അല്ലെങ്കിൽ സന്യാസ ജീവിതത്തിലൂടെ. ഇപ്പം ഞാൻ പറഞ്ഞു ത്രിപുര മിഷനിൽ പോയെന്ന്. നമ്മുടെ ഈ കേരളത്തിൽ നമുക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു തരുവാന്, നല്ല രീതിയിൽ വളർത്തുവാന് വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, നമ്മുടെ ഈ പുറകിലിരിക്കുന്ന പോലത്തെ മത അധ്യാപകരുണ്ട്, യുവജനങ്ങളുണ്ട്, ജീസസ് യൂത്ത് പോലുള്ള സംഘടനകളുണ്ട്. ഒത്തിരി സാധ്യതകൾ കേരളത്തിലുണ്ട്. പക്ഷേ നമ്മൾ മറ്റൊരു സംസ്ഥാനത്തേക്ക് ചെല്ലുമ്പോൾ ത്രിപുര മിഷനിൽ, ത്രിപുര സ്റ്റേറ്റില് ആകെ ഒരു വൈദികനുള്ളത്. നമ്മുടെ കേരളത്തിൽ എത്ര ലക്ഷം വൈദികരുണ്ട്, പക്ഷെ ത്രിപുര എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റില് ഒരു വൈദികനുള്ളത്. ഒരു സിസ്റ്ററിന്റെ പേര് ഇതുവരെ കേട്ടിട്ടില്ല, ഫോർമേഷനിൽ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി ഈശോയെ കൊടുക്കുവാനായിട്ട് നമ്മുടെ ലക്ഷ്യം എന്താ? ഈ ക്യാമ്പിന്റെ ലക്ഷ്യത്തിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞു ഈശോയെ കൊടുക്കണം, ഈശോയെ പോലെ മാതൃക നൽകണം എന്ന് പറഞ്ഞു. അതിനൊക്കെ ഏറ്റവും ഉദാത്തമായ ജീവിതമാണ് എന്തെന്ന് പറയുന്നത്? വൈദിക സന്യസ്ത ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ കേരളത്തിൽ ഒതുങ്ങിക്കൂടാതെ നമ്മുടെ സാധ്യതകളെ നമ്മൾ വളർന്നു വന്നിട്ട് വേണം. ഇന്ത്യയുടെ ഈശോയെ അറിയാത്ത ഒത്തിരി ജനങ്ങളുണ്ട്, ഒത്തിരി മക്കള് ഈശോയെ അറിയാതെ വെറുതെ ഈ സൃഷ്ട വസ്തുക്കളെ ആരാധിക്കുന്ന ഒത്തിരി ജനങ്ങളെ ഇന്ത്യയിലുണ്ട്. അപ്പൊ അങ്ങോട്ടേക്കെല്ലാം ഇറങ്ങി ചെല്ലണമെങ്കിൽ നമ്മൾ വളർന്ന് നമ്മൾ ഈശോയുടെ ശുശ്രൂഷകരായിട്ട് മാറണം. ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി കാണാൻ, ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തികൾ ചെയ്യാനൊക്കെ നമ്മൾ വൈദിക സന്യാസ ജീവിതത്തിലേക്ക് കടന്ന് വരണം. അപ്പൊ ഞാനായിരിക്കുന്ന എൻ്റെ സമൂഹം എന്ന് പറയുന്നത് DM കോൺഗ്രിഗേഷൻ ആണ്, മേരിമക്കൾ സന്യാസി സമൂഹം.
കേട്ടിട്ടുണ്ടോ? വലിയ ക്ലാസ്സുകളിൽ നമ്മുടെ കാറ്റക്കിസം ബുക്കുകളിലുണ്ട് മലങ്കര കത്തോലിക്ക സഭയിലെ സന്യാസ സമൂഹങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ മലങ്കര കത്തോലിക്ക സഭയിൽ സ്ഥാപിതമായ ഒരു സന്യാസ സമൂഹവും 2 സന്യാസിനി സമൂഹവും ഉള്ളത്. ഒന്ന് നമ്മുടെ വൈദികരുടെ സന്യാസ സമൂഹമായ ബദനി ആശ്രമം, മറ്റൊന്ന് ബദനി മഠ, പിന്നീടുള്ളത് ഞാനായിരിക്കുന്ന എൻ്റെ സമൂഹം നീതിമക്കൾ സമൂഹം. ഞങ്ങളുടെ സമൂഹം 6 പ്രൊവിൻസുകളായിട്ട് 1200ഓളം സിസ്റ്റേഴ്സ് ആണ് ശുശ്രൂഷ ചെയ്യുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളം തുടങ്ങി കർണാടക, തമിഴ്നാട്, ത്രിപുര, ഒറീസ, ആസാം, ജർമ്മനി, അമേരിക്ക, അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് 1200ഓളം വരുന്ന സിസ്റ്റേഴ്സ് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സമൂഹത്തിൽ പ്രത്യേകമായിട്ട് ചെയ്യുന്ന ശുശ്രൂഷകൾ എന്ന് പറയുന്നത് മിഷണറി സമൂഹമാണ്. മേരിമക്കൾ സമൂഹം എന്ന് പറയുന്നത് മലങ്കര കത്തോലിക്ക സഭയിൽ മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിനാൽ സ്ഥാപിതമായി മദർ മേരി കല്ലറയ്ക്കൽ എന്ന് പറയുന്ന സിസ്റ്ററാണ് സമൂഹ സ്ഥാപക. മാർത്താണ്ഡം രൂപതയിൽ മാർത്താണ്ഡത്താണ് സമൂഹം സ്ഥാപിക്കപ്പെട്ടത്. മിഷണറി സമൂഹം, മലങ്കര കത്തോലിക്ക സഭയിലെ മിഷണറി സമൂഹമാണ് മേരിമക്കൾ സമൂഹം എന്ന് പറയുന്നത്. അപ്പം ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാം. ഒരു സിസ്റ്റർ ആവുക എന്നതിലുപരി ഈശോയ്ക്ക് വേണ്ടി, നേരത്തെ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, ഈശോയ്ക്ക് വേണ്ടി നമുക്ക് ഇത്രയും കൃപ നൽകുന്ന ഈശോയ്ക്ക് നമ്മൾ എന്താ തിരിച്ചു കൊടുക്കേണ്ടത്? നമ്മുടെ ജീവിതം തന്നെയാണ് തിരിച്ച് കൊടുക്കേണ്ടത്. ഒത്തിരി സാധ്യതകളുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്ക് വേണമെങ്കിൽ യുവജനങ്ങളായിരുന്നുകൊണ്ട് തന്നെ ഈശോയെ പ്രഘോഷിക്കാനായിട്ട് സാധിക്കും. എന്നാൽ അതിലുപരി നമ്മുടെ സർവസ്വവും ഈശോ നമുക്ക് എന്തൊക്കെ നൽകിയിട്ടുണ്ടോ അതെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ ഈശോയ്ക്ക് തിരിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ജീവിതമാണ് വൈദിക സന്യാസ ജീവിതം എന്ന് പറയുന്നത്. അപ്പം എല്ലാവരെയും നിങ്ങൾ പെട്ടെന്ന് ഓടിച്ചാടി വരണമെന്നല്ല ഞാൻ പറയുന്നത്. പ്രാർത്ഥിച്ച് ഒരുങ്ങി നമ്മൾ ചിന്തിക്കണം. നമ്മുടെ +2 ബുക്കിൻ്റെ അവസാനമാണെന്ന് തോന്നുന്നു ഒരു പാഠമുണ്ട്, ഇങ്ങനെ ഒരു 6 മാർക്കൊക്കെ ഇട്ടുകൊണ്ട് ഒരു പാഠമുണ്ടല്ലേ, വൈദിക ജീവിതം, സന്യാസ ജീവിതം, വിവാഹ ജീവിതം, ഏകാന്ത ജീവിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ആ പാഠം എന്തിനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ദൈവവിളി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എന്ത് ചെയ്യുക? ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ തൊട്ട് വലിയവർ വരെ നിങ്ങളുടെ ദൈവവിളി എന്താണെന്ന് ഈശോയുടെ അടുത്തിരുന്നുകൊണ്ട് ചൂസ് ചെയ്യുക. ഈശോ നമുക്കായി കരുതി വെച്ചിരിക്കുന്ന ഒരു ജീവിതം ഉണ്ടാകും. അത് തിരഞ്ഞെടുക്കുവാന്, അത് മനസ്സിലാക്കുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. എപ്പോഴും ഈശോയോട് കൂടെ നടക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈശോയോട് അങ്ങോട്ട് സംസാരിക്കുക. നമ്മൾ കുറേ ഈശോയോട് അങ്ങോട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ഈശോ എന്ത് ചെയ്യും? നമുക്ക് റെസ്പോൺസ് തരും. എപ്പോഴും റെസ്പോൺസ് തരുന്നുണ്ട്, പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ സമയമെടുക്കും. അപ്പം എപ്പോഴും നമ്മൾ ഈശോയോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ വളർന്ന് കുഞ്ഞുമക്കൾ തൊട്ട് +2 കഴിയുന്ന പിള്ളേർ വരെ ഉണ്ട്. അപ്പം എന്ത് ചെയ്യുക? നമ്മുടെ ഈ പ്രായത്തിൽ തന്നെ എല്ലാം ഈശോയോട് പങ്കുവെച്ച് വളരാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നമ്മുടെ ജീവിതം ഒരു ജീവിതാന്തസ് തിരഞ്ഞെടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് ഈശോയോട് ചോദിച്ച് നമ്മുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുക. അപ്പം ഇവിടെ ആയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ മേരിമക്കൾ സമൂഹത്തിലേക്ക്, ബത്തേരി പ്രൊവിൻസിലേക്ക് ഒത്തിരി സ്വാഗതം. നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു കുഞ്ഞു സഹോദരിയായിട്ട് ഞങ്ങളുടെ സമൂഹത്തിലേക്ക് ക്ഷണിക്കുന്നു. അപ്പം ഇനിയുള്ള ഈ മണിക്കൂറുകൾ, നാളെ വൈകിട്ട് 4 മണി വരെയുള്ള സമയം ഈശോയോട് കൂടി ആയിരിക്കുവാൻ, എൻജോയ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന അച്ഛനോടും ബ്രദേഴ്സിനോടും സിസ്റ്ററിനോടും എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. അവിടെ പുറകിൽ ആരോ നിൽക്കുന്നു. കണ്ടോ? അച്ഛനറിയോ? അറിയത്തില്ലേ? കണ്ടിട്ടില്ല? അച്ഛൻ നിങ്ങൾക്ക് അതിനു മുമ്പ് പരിചയമില്ല? കണ്ടിട്ടില്ല? ഇന്ന് രാവിലെ അച്ഛൻ വന്നില്ല, ഇമ്മാനുവൽ അച്ഛൻ. അച്ഛൻ്റെ കൂടെ പട്ടം കിട്ടിയ അച്ഛനാണ്. അച്ഛനൊന്ന് വെൽക്കം ചെയ്തേ. വെൽ കം വെൽക്കം. അച്ഛൻ്റെ പേരെന്താ അറിയാമോ ആർക്കെങ്കിലും? ആർക്കും അറിയത്തില്ല? ഇല്ല? അച്ഛൻ്റെ പേരാണ് ഫാദർ എബ്രഹാം പുന്നവിള. അച്ഛൻ്റെ വീട് എവിടെ? നിലമ്പൂര്. അച്ഛൻ
എന്തായിരുന്നു പട്ടം കിട്ടിയ? കഴിഞ്ഞ ജനുവരിയിലാണ്. അച്ഛൻ നമ്മുടെ രൂപത്തിൽ പുത്തനച്ഛനാണ്. അച്ഛനപ്പോ ഫ്രഷാണ്, ഭയങ്കര എനർജറ്റിക് ആണ്. അപ്പൊ അച്ഛൻ വേറെ ആരാണ്? നമ്മുടെ അച്ഛൻ്റെ കൂടെ സൺഡേ സ്കൂളിലെ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടെയാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിടന്ന അച്ഛനാണ്. പിള്ളേരാണ് ക്യാമ്പിന്റെ ശക്തി. ശബ്ദമൊക്കെ ഉണ്ടാകണ ആര് വേണം? ആര് വേണം? പിള്ളേര് വേണം. ഒക്കെ ഇപ്പൊ ഞാനിങ്ങനെ ഈ വഴി സിബിലച്ചനെ അറിയോ? സിബിലച്ചനെ ഈ പള്ളിക്കാർക്ക് അറിയാം അല്ലേ? സിബിലച്ചന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഇവിടെ ഒരു ശബ്ദം കേട്ടത്. അപ്പൊ പിന്നെ ഒന്ന് കയറി നോക്കിയിട്ട് പോകാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. നിങ്ങളുടെ കയ്യടിയുടെയും പാട്ടിന്റെയും ഒക്കെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കയറി സന്ദർശിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? ഓർക്ക പറയണം. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ എല്ലാവരും നമ്മുടെ ക്യാമ്പ് നയിക്കാൻ വന്ന അച്ഛന്മാരെ ഷമ്മാശന്മാരെയൊക്കെ പരിചയപ്പെട്ടോ? പരിചയപ്പെട്ടോ? എന്നാ ക്യാമ്പിന്റെ ലീഡർ ആയിരിക്കുന്ന അച്ഛന്റെ പേരെന്താ? എന്താണ്? മൂത്ത ഷമ്മാശന്റെ പേരെന്താ? പറഞ്ഞ പോയിന്റ് കിട്ടും കേട്ടോ, മൊത്തം പറയണം. എന്താണ്? ഷിജോ. ഷിജോ കറക്റ്റാണ്. പിന്നെ നമ്മുടെ സിസ്റ്റർ പേരെന്താ? അത് കണ്ടോ? സിസ്റ്റർ കണ്ടോ? എന്താണ്? കൃപ സിസ്റ്റർ. ആ സിസ്റ്റർ എല്ലാരും പരിചയപ്പെട്ടില്ലേ? അപ്പൊ എല്ലാരും പരിചയപ്പെട്ടോ? പിന്നെ ആരാള്? നമ്മുടെ ഡാൻസ് കളിക്കുന്ന ഒരു ഷമ്മാശനെ കണ്ടോ? ആ ഷമ്മാശനെ ഇഷ്ടപ്പെട്ടോ? ആ ഷമ്മാശൻ പ്രഭുദേവയുടെ ശിഷ്യനായിരുന്നു. പിന്നെ ഇപ്പം ഇങ്ങോട്ട് മാറി വന്ന സത്യമായിട്ട് പറഞ്ഞ പ്രഭുദേവ ഡാൻസ് മാസ്റ്റർ, അതിനറിയത്തില്ലേ? പോട്ടെ. ഓക്കെ, അപ്പൊ എല്ലാരും പരിചയപ്പെട്ടില്ലേ? അപ്പൊ നമ്മുടെ അച്ഛന്മാര് വളരെ, നമ്മുടെ അച്ഛന്മാരും ഷമ്മാശന്മാരും നിങ്ങളോടുള്ള വലിയ സ്നേഹത്തെ പ്രതി നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി, നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വളരെ ത്യാഗം അനുഷ്ഠിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. സാധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു ചെറിയ ചിന്ത കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ക്യാമ്പിന്റെ പേരെന്താ? മലങ്കര ബൈബിൾ ഓറിയന്റേഷൻ ക്യാമ്പ്. ഈ ക്യാമ്പിന്റെ ഈ വർഷത്തെ പ്രധാന തലക്കെട്ടെന്താ? എന്താണ്? അബ്ബ. എന്താണ്? അബ്ബ. ഈ ഷമ്മാശൻ ക്ലാസ് എടുത്തോ? എല്ലാവർക്കും ക്ലാസ് എടുത്തോ? ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഓൾറെഡി പറഞ്ഞാണെങ്കിൽ നിങ്ങൾ എന്നോട് എന്ത് ചെയ്യണം? പറയണം. ഓക്കെ, നമ്മുടെ വീട്ടിലെ നമ്മുടെ അപ്പനെ നമ്മൾ എന്താ വിളിക്കാറ്? ഓരോരുത്തർ പറയും. പപ്പ എന്ന് വിളിക്കുക. ഇനി വെറൈറ്റി ആയിട്ട് എന്താ വിളിക്കുക? അമ്മയോ? അപ്പ. പപ്പ, അപ്പ. ഇനി എന്താ ഉള്ളേ? ചാച്ചൻ. പിന്നെന്താ ഉള്ളേ? അച്ചാച്ചൻ. പിന്നെന്താ ഉള്ളേ? അപ്പായി, അച്ചായി. ഇനിയുണ്ടോ? അപ്പായി. ഡാഡി. വീണ്ടും ഡാഡി. അബ്ബ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് ആരാ? യേശു ക്രിസ്തു പിതാവായ ദൈവത്തെ വിളിച്ച പേരാണ് അബ്ബ. എന്താണ് അബ്ബ എന്ന് പറഞ്ഞാൽ? നമ്മള് വീട്ടില് നമ്മുടെ പപ്പയും അമ്മയൊക്കെ പപ്പയെ വിളിക്കില്ലേ? ഡാഡി എന്ന് വിളിക്കില്ലേ? അപ്പായി എന്ന് വിളിക്കില്ലേ? അതുപോലെ ഈശോ ഈ പിതാവായ ദൈവത്തെ വിളിച്ച പേരാണ് അബ്ബ. ഇനി അത് മറക്കുവോ? അന്നേ വരെ ആരും, അല്ലെങ്കിൽ ഈശോയുടെ കാലഘട്ടം വരെ ആരും അങ്ങനെ പിതാവായ ദൈവത്തെ ഇങ്ങനെ വിളിച്ചിട്ടില്ലായിരുന്നു. ഈശോയാണ് ആദ്യമായിട്ട് എന്താ വിളിച്ചേ? അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ പപ്പയെ ഡാഡി എന്ന് വിളിക്കും അല്ലേ? അടുത്ത വീട്ടിലെ ചേട്ടനെ പോയിട്ട് നമ്മൾ ഡാഡി എന്ന് വിളിക്കുമോ? ഡാഡി എന്ന് വിളിക്കില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? നമ്മുടെ പപ്പയെ നീ വിളിക്കുമോ? അപ്പോൾ നമ്മുടെ പപ്പായും നമ്മൾ തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് നമ്മളങ്ങനെ വിളിക്കുന്നത് അല്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ് ഈശോയും പിതാവായ ദൈവം തമ്മിലുള്ള ബന്ധം. ആ ബന്ധത്തെ സൂചിപ്പിക്കുന്ന പദമാണ് അബ്ബ. എന്താണ്? ഇനി അത് മറക്കുവോ? പരിശുദ്ധ അമ്മേ, അമ്മയുടെ വലിയ മാധ്യസ്ഥം ഞങ്ങളോടുകൂടെ സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ തിരുവരമായ നമ്മുടെ കർത്താവേ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അവളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും മരണസമയത്തും ഒരാളുടെ അപേക്ഷിച്ചുള്ളമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രതമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും നമ്മളെല്ലാവരുടെ മേലും ഇന്നും നാളും ഉണ്ടായിരിക്കും.
ബാലൻ ആട്ടിടയ ബാലൻ മല്ലനായ ഗോലിയാത്തെ തകർത്തെറിഞ്ഞ വീരൻ ദാവീദെന്നൊരു ബാലൻ ആട്ടിടയ ബാലൻ മല്ലനായ ഗോലിയാത്തെ തകർത്തെറിഞ്ഞ വീരൻ ആഹാ തനിനനോ തനിനനോ തനിനനിനാനോ തനിനനോ തനിനനോ തനിനനിനാനോ ആഹാ തനിനനോ തനിനനോ തനിനനിനാനോ തനിനനോ തനിനനോ തനിനനിനാനോ നൽകിയ നൂറാടുമായി വനത്തിലൂടെ നടന്നു പോകും ദാവീദ് അപ്പൻ നൽകിയ നൂറാടുമായി വനത്തിലൂടെ നടന്നു പോകും ദാവീദ് കരടി വന്നാലും വലിയ സിംഹം വന്നാലും ഭയപ്പെടില്ല ഞാനും കൂടെ കത്തനുണ്ടല്ലോ കരടി വന്നാലും വലിയ സിംഹം വന്നാലും ഭയപ്പെടില്ല ഞാനും കൂടെ കത്തനുണ്ടല്ലോ ആഹാ തനിനനോ തനിനനോ തനിനനിനാനോ തനിനനോ തനിനനോ തനിനനിനാനോ ആഹാ തനിനനോ തനിനനോ തനിനനിനാനോ തനിനനോ തനിനനോ തനിനനിനാനോ ഫെലിസ്ത്യമല്ലനാം ഗോലിയാത്തിനെ വെല്ലുവിളിച്ചു നമ്മുടെ കുഞ്ഞൻ ദാവീദ് ഫെലിസ്ത്യമല്ലനാം ഗോലിയാത്തിനെ വെല്ലുവിളിച്ചു നമ്മുടെ കുഞ്ഞൻ ദാവീദ് പരിചവാള് കുന്തമേന്തി പോകാൻ ഞാനില്ല ജയിച്ചിടും ഞാൻ എൻ കൂടെ കത്തനുണ്ടല്ലോ പരിചവാള് കുന്തമേന്തി പോകാൻ ഞാനില്ല ജയിച്ചിടും ഞാൻ എന്റെ കൂടെ കത്തനുണ്ടല്ലോ ആഹാ ജയം നേടും കത്തനൻ കൂടെ ജയം നേടും കത്തനൻ കൂടെ ആഹാ ജയം നേടും കത്തനൻ കൂടെ ജയം നേടും കത്തനൻ കൂടെ ആഹാ ജയം നേടും കത്തനൻ കൂടെ ജയം നേടും കത്തനൻ കൂടെ ആഹാ ജയം നേടും കത്തനൻ കൂടെ ജയം നേടും കത്തനൻ കൂടെ சும்மா இருங்க எசப்பா பார்த்துக்கொள்வார் நீங்க சும்மா இருங்க எசப்பா பார்த்துக்கொள்வார் இந்த வாழ்வு புதிய வாழ்வு இந்த வாழ்வு புதிய வாழ்வு எசப்பா தந்த புதிய வாழ்வு எசப்பா தந்த புதிய வாழ்வு நீங்க சும்மா இருங்க எசப்பா பார்த்துக்கொள்வார் நீங்க சும்மா இருங்க எசப்பா பார்த்துக்கொள்வார் தேவனுக்கு பாட்டு பாடுங்க கர்த்தனுக்கு ஆட்டம் ஆடுங்க தேவனுக்கு பாட்டு பாடுங்க நீங்க கர்த்தனுக்கு ஆட்டம் ஆடுங்க நீங்க சும்மா இருங்க எசப்பா பார்த்துக்கொள்வார் நீங்க சும்மா இருங்க எசப்பா பார்த்துக்கொள்வார்
அங்க இங்க போவாதே, ஊருவம்பு வாங்காதே. அங்க இங்க போவாதே, நீங்க ஊருவம்பு வாங்காதே. நீங்க சும்மா இருங்க, ஏசப்பா பார்த்துக்கொள்வார். நீங்க சும்மா இருங்க, ஏசப்பா பார்த்துக்கொள்வார். அவர் பக்கம் நீங்க வாங்க, ஆசீர்வாதம் பெற்றுக் கொள்ளுங்க. அவர் பக்கம் நீங்க வாங்க, ஆசீர்வாதம் பெற்றுக் கொள்ளுங்க. நீங்க சும்மா இருங்க, ஏசப்பா பார்த்துக்கொள்வார்.